മെയ് 9 ശനിയാഴ്ച നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ കാറ്റേഴ്സും കുട്ടികളെയും കൊണ്ട് നമ്മളൊരു ടൂറ് പോവുകയാണ് കേട്ടോ. ഒരു പെലിഗ്രിനാജോ ട്രിപ്പ്. ഇത് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ്. 2020 ശേഷം കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷം നമുക്ക് സെൻറ് തോമസ് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ കാറ്റേഴ്സും വളരെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും കുട്ടികളെ നമ്മൾ ഇതുപോലെ ട്രിപ്പിന് കൊണ്ടുപോകും. അത് അവരിലെ വിശ്വാസം വളർത്താനും അതുപോലെ തന്നെ വിശുദ്ധരെക്കുറിച്ച് കൂടുതൽ അറിയുവാനുമാണ് കേട്ടോ. നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മരിയ ഓസ്രാത്രിച്ച് പള്ളിയായിരുന്നു. അത് ഡോൺ ബോസ്കോയുടെ തോമ്പുള്ള പള്ളിയാണ്. മാതാവിൻ്റെ മനോഹരമായൊരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പള്ളിയുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ വിശദമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഡോൺ ബോസ്കോയെ നമ്മൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതോടൊപ്പം നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഡോൺ ബോസ്കോ താമസിച്ചിരുന്ന വീടും പിന്നെ അതുപോലെ തന്നെ ബസിലിക്ക ദി ഡോൺ ബോസ്കോ എന്ന് പറയും, കസ്തൽനോവയിലാണ് കേട്ടോ. ഇത് രണ്ടും ടൂറിലാണ് ഉള്ളത്. ഡോൺ ബോസ്കോയുടെ മാത്രമല്ല ഡൊമിനിക് സാവയോയുടെ തിരുസേഷിപ്പും ഈ പള്ളിയിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുട്ടികളെ നമ്മൾ കാണിച്ചു കൊടുത്തു. ഇതാ നമ്മൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി. ഇത് ബസിലിക്ക സാൻ ജോവാനി ഡോൺ ബോസ്കോ എന്നാണ് ഈ പള്ളിയുടെ പേര്. അപ്പം ഇവിടെ നമുക്ക് ഡോൺ ബോസ്കോയുടെ ഒരു തിരുശേഷിപ്പുണ്ട്. മേളിലും താഴെയായിട്ട് 2 ബസിലിക്ക ആയിട്ടാണ് ഈ പള്ളി ഉള്ളത്. അതേപോലെ തന്നെ ഈ പള്ളിയോട് ചേർന്ന് മ്യൂസിയം ഉണ്ട്. അവിടെ ഡോൺ ബോസ്കോ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പ്രധാനമായിട്ട് ഈ പള്ളിയുടെ അകത്ത് നമുക്ക് തിരുശേഷിപ്പുണ്ട് ഡോൺ ബോസ്കോയുടെ. അത് നമുക്ക് കണ്ടിട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ മറ്റ് ചെറിയ ചാപ്പലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. ഇതാണ് തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്കവിടെ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുർബാനയൊക്കെ ചൊല്ലാനായിട്ട്. അതൊക്കെ അവർ നമുക്ക് ആ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പിള്ളേർക്ക് എന്താ പറയുക, വളരെ ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കിനെ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനും പഠിക്കാനും അതുപോലെ തന്നെ തന്നെ പോകുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കൂടെയുള്ള സിസ്റ്റേഴ്സൊക്കെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പം നമ്മളുള്ളത് ഡോൺ ബോസ്കോ പണ്ട് ഉപയോഗിച്ചിരുന്ന താമസിച്ചിരുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ ഉപയോഗിച്ച കട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവസാനം എല്ലാവരും കൂടെ നിന്ന് ആ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അപ്പം ശരിക്കും നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു കുട്ടികൾക്ക്.